തിരുവചനം തിരുവചനം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവരെ, ഒരല്പസമയം ഒരു ധ്യാന ചിന്ത പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മളിൽ വന്ന് നിറയാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചന ശുശ്രൂഷയുടെ ഈ സമയത്ത് വിശുദ്ധ കുർബാനയുടെ വലിയ അനുഭവം നമുക്കുണ്ടാകാൻ, ഈശോ എന്തുമാത്രം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് തിരിച്ചറിയാനും ബോധ്യപ്പെടാനും അനുഭവമാകാനും ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയെ പറ്റിയാണ് അല്പസമയം നമ്മൾ ധ്യാനിക്കാനും ചിന്തിക്കാനും പോകുന്നത്. നമുക്ക് കണ്ണുകളടയ്ക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ആത്മാവും ജീവനുമാണ്. ഈ വചനം ആത്മാവും ജീവനുമായ വചനം ഞങ്ങളുടെ ജീവിതത്തെ ആത്മീയവൽക്കരിക്കാൻ, ജീവനുള്ളതാക്കാൻ, കർത്താവെ കുറേ കൂടി വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ സജീവ സാന്നിധ്യം അറിയത്തക്ക വിധത്തിൽ ആത്മീയവൽക്കരിക്കപ്പെടാൻ കർത്താവെ ഈ ശുശ്രൂഷയുടെ സമയത്ത് നിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അയോഗ്യരാണ് കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ് കർത്താവെ. നിൻ്റെ മഹാരഹസ്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരും എന്നാൽ അതിന് സാധിക്കാത്തവരുമാണ് കർത്താവ്. നിൻ്റെ ഈ വലിയ രഹസ്യങ്ങളിലേക്ക്, വിശുദ്ധ കുർബാനയുടെ വലിയ രഹസ്യങ്ങളിലേക്ക് തിരുവചനത്തിലൂടെ ഈ സമയം ഞങ്ങളെ കൊണ്ടുപോകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു. 27-ാമത്തെ തിരുവചനം: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. കർത്താവ് നമ്മളോട് അധ്വാനിക്കാൻ പറയുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പോൾ കർത്താവ് തരുന്ന അപ്പത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്ന് ഈശോ ഇന്നത്തെ തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ നൽകുന്നത് അനശ്വരമായ അപ്പമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ നൽകുന്നത് അനശ്വരമായ അപ്പമാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി ജീവിക്കുന്ന ഈ ലോകം അനശ്വരമായ അപ്പത്തിൻ്റെ മഹത്വം ചിലപ്പോൾ തിരിച്ചറിയാതെ പോകും. സഹോദരങ്ങളെ, എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കർത്താവ് നൽകുന്ന ഈ അനശ്വരമായ അപ്പം വിശുദ്ധ കുർബാനയാണെന്ന് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് നൽകുന്ന അനശ്വരമായ അപ്പം വിശുദ്ധ കുർബാനയാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ഈ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാതെ, ഈശോയോട് വലിയ സ്നേഹമാണ്, ഈശോയെ ഇഷ്ടമാണ്, ഈശോയുടെ വചനം ഇഷ്ടമാണ്, പക്ഷേ വിശുദ്ധ കുർബാനയാണ് ഈ അനശ്വരമായ അപ്പം എന്ന് തിരിച്ചറിയാതെ പോയ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഞാൻ ഓർക്കുകയാണ് സഹോദരങ്ങളെ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിചാരിക്കുന്നത് വിശുദ്ധ കുർബാന അനശ്വരമായ ഒരു അപ്പം അല്ല, മറിച്ച് ഒരു ഓർമ്മയാചരണമാണ്. ഒരു പക്ഷേ പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങൾ വിശുദ്ധ കുർബാനയെ പറ്റി ചിന്തിക്കുമ്പോൾ അവരെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാന ഒരു ഓർമ്മയാചരണമാണ്. അതായത് ഓർമ്മയാചരണത്തിൽ ഈ അപ്പം അനശ്വരമായ അപ്പമാകുന്നില്ല. ഈശോ അന്ന് ബലിയർപ്പിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഒരു അപ്പം എല്ലാവരും പങ്കുവയ്ക്കുന്നു. അതൊരു അപ്പം മാത്രമാണ്, അനശ്വരമായ ഒരു അപ്പം അല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈശോയുടെ സജീവമായ സാന്നിധ്യം, വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യം അവർ മനസ്സിലാക്കാതെ പോകുന്നു.
ഇത് പ്രിയമുള്ള സഹോദരൻ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് കടന്നു ചെല്ലാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഈശോ എന്താണ് ഈ അനശ്വരമായ അപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അനശ്വരമായ അപ്പം കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ അത്ഭുതകരമായ ജീവിതമാണ് ഈ അനശ്വരമായ അപ്പം, ഈശോ നൽകുന്ന അപ്പം, അധ്വാനിക്കുന്നവന് ലഭിക്കുന്ന ഈ അപ്പം, അധ്വാനിക്കുന്നവന് ലഭിക്കുന്ന അപ്പം എന്താണ് അവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്? നമ്മളൊന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണ്. ചിലപ്പോൾ ചില പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാർ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ വചനത്തിൽ അങ്ങനെ ഈശോ പറയുന്നില്ലല്ലോ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള സാങ്കത്യം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാനായിട്ട് നമുക്ക് വചനം വേണം. അതിലേറെ വചനത്തിലുള്ള, ഈശോയുടെ വചനത്തിലുള്ള ആഴമേറിയ വിശ്വാസം വേണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 3 പ്രാവശ്യം മന്നയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. 3 പ്രാവശ്യം ഈശോ മന്നയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് നിത്യജീവൻ്റെ അപ്പമാണ്, അനശ്വരമായ അപ്പമാണ് എന്ന് ചോദിച്ചപ്പോൾ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. നീ എന്താണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. എന്താണ് വെല്ലുവിളി? നീ എന്താണ് ചെയ്യാൻ പോണേ? നിന്നെ ഞങ്ങൾ വിശ്വസിക്കണം, നിത്യജീവൻ്റെ അപ്പമാണെന്ന് പറയുന്നു, അനശ്വരമായ അപ്പമാണെന്ന് നീ പറയുന്നു. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് സംശയം തോന്നി. അവർ ഈശോയോട് പറയാണ്, എന്ത് അത്ഭുതമാണ് നീ ചെയ്യാൻ പോകുന്നത്? എന്ത് വലിയ കാര്യമാണ് നീ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, അത്ഭുതകരമായ മന്ന ഭക്ഷിച്ചു. നീ അനശ്വരമായ അപ്പത്തെ പറ്റിയല്ല പറയുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു. ഈ മന്നയേക്കാൾ വലുതായി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്ക് കാണിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ഈശോയുടെ മുമ്പിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാർ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഓക്കെ, ഈശോയെ വെല്ലുവിളിക്കുന്ന കുരിശിൽ കടന്നപ്പോഴും ഈശോയെ വെല്ലുവിളിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ഈശോ ഇറങ്ങി വന്നില്ല. എന്നാൽ ഇവിടെ ഈശോയെ വെല്ലുവിളിക്കുകയാണ്. നീ എന്ത് അത്ഭുതമാണ് കാണിക്കുക? നീ പറഞ്ഞതാ, ഞങ്ങൾ വിശ്വസിക്കാം, നീ കാണിക്ക്. മന്നയേക്കാൾ വലുതായി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹല്ലേലൂയ. യേശുവെ നന്ദി. സഹോദരങ്ങളെ, യേശു അതിന് മറുപടി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ സാധാരണ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. എന്നാൽ ഈശോ ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് കുർബാനയെ പറ്റി ഈശോ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയുടെ ഹൃദയം അങ്ങോട്ട് ഈശോ വെളിപ്പെടുത്തുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അത് എംഫാറ്റിക്കലി ഈശോ പറയുന്ന കാര്യമാണ്. അടി വരച്ച് ഈശോ പറയുന്ന കാര്യമാണ്. എന്താ പറയുന്നത്? മോശയല്ല നിങ്ങൾക്ക് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം നൽകുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം, ഈ ദൈവം തരാൻ പോകുന്ന അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവത്തിൻ്റെ അപ്പം എവിടെ നിന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ആരെയാണ് ഈ അപ്പം സൂചിപ്പിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് വന്നത് ആരാണ്? സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആരാണ്? പിതാവ് നൽകുന്നതാണ് ഈ അപ്പം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിതാവ് നൽകുന്ന സ്വർഗത്തിൽ നിന്ന് വന്ന ഈ അപ്പം ആരാണ്? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വചനമെടുത്ത് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ ഹൃദയം നമുക്ക് ലഭിക്കും. ഈശോ പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അപ്പം ഇറങ്ങി വരുന്നു.
അങ്ങനെ ഒരേ ഒരാളേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. അപ്പോൾ മന്നയെപ്പറ്റി, മന്നയേക്കാൾ അത്ഭുതകരമായ എന്താണ് നീ ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? ഈശോ പറയുന്നു, മന്നയേക്കാൾ അത്ഭുതകരമായി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നെ തന്നെയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന്, ഇതാണ് സഹോദരങ്ങളെ അത്ഭുതകരമായ അപ്പം, നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവൻ നൽകുന്ന അപ്പം. നമ്മളൊക്കെ മരിച്ച പോലെ ജീവിക്കേണ്ടവരല്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. നീ അനശ്വരമായി അപ്പം ഭക്ഷിക്ക്, നീ ജീവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. സഹോദരങ്ങളെ, മന്നയെ പറ്റി ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം മന്നയേക്കാൾ വലുതായി എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നത്. മന്നയേക്കാൾ വലുതായി നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാ, ഞങ്ങൾ വിശ്വസിക്കാം. അപ്പം മന്ന എന്താണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ മുഴുവൻ മരുഭൂമിയിലൂടെ നയിക്കുകയാണ്. പക്ഷേ ഈശോ വലിയ കൃപ നൽകിയ മോശ, ഇസ്രായേൽ ജനം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ മോശയ്ക്കെതിരെ, ദൈവത്തിനെതിരെ പിറുപിറുകയാണ്. എന്തൊക്കെ ലഭിച്ചിട്ട് ഒരു പിറുപിറുപ്പ് അവർക്കുണ്ടായിരുന്നു. ദൈവം അവരെ ഉള്ളംകൈയിൽ കൊണ്ടു നടന്നിട്ടും അവർക്കൊരു പിറുപിറുപ്പുണ്ടായിരുന്നു. ദൈവം അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടും അവർക്കൊരു പിറുപിറുപ്പുണ്ടായിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇഷ്ടം പോലെ ഇറച്ചി കഴിച്ച് ജീവിച്ചവരാണ്, ഞങ്ങളെ എന്തിനാണ് ഈ മരുഭൂമിയിൽ നശിപ്പിക്കാൻ വേണ്ടി നീയെ കൊണ്ടുവന്നത്? ഞങ്ങൾ അവിടെ കിടന്ന് ഇറച്ചിയൊക്കെ കഴിച്ച് ജീവിച്ചേനെ. അപ്പോഴും അവരുടെ ചിന്ത തീറ്റയെ പറ്റിയായിരുന്നു, ഭക്ഷണത്തെ പറ്റിയായിരുന്നു, നശ്വരമായ അപ്പത്തിന് വേണ്ടി. കർത്താവ് പറയുന്നുണ്ട് അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന്. പക്ഷേ സാധാരണ മനുഷ്യരല്ല നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമുക്ക് നശ്വരമായ അപ്പത്തെ പറ്റിയ പെട്ടെന്നുള്ള ചിന്ത വരിക സാരമില്ല. ഇസ്രായേൽ ജനത്തിന് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് കർത്താവ് അത്ഭുതകരമായി മന്ന പുറപ്പെടുവിച്ചു. അവർക്ക് മന്ന നൽകി. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം. നമ്മൾ വചനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ സജീവ സാന്നിധ്യം. നമ്മുടെ പന്തകുസ്ത പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ പറയുന്നത് വെറും ഒരു ഓർമ്മയാചരണമല്ല. വചനം ശരിക്കും ധ്യാനിച്ചാൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഈ അപ്പം മന്നയേക്കാൾ ശക്തമായിരിക്കണം എന്നുള്ള വലിയ ബോധ്യം തിരുവചനത്തിലുണ്ട്. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ജീവൻ നമ്മുടെ ഉള്ളിൽ, ജീവൻ ജ്വലിക്കും നമ്മുടെ ഉള്ളിൽ. 16-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം തുടങ്ങി ഒന്ന് വായിക്കാം. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി, ഇഷ്ടം പോലെ ഇറച്ചി. രാവിലെ ആയി കഴിഞ്ഞപ്പോൾ പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നു. മരുഭൂമിയിൽ മഞ്ഞ് വീണു. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. മഞ്ഞ് ഉരുകി തുടങ്ങിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്ത ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ സ്ത്രീകളൊക്കെ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞപ്പോൾ ഒരു ലോലമായ വസ്തു അവിടെ കണ്ടു. വെളുത്ത് ഉരുണ്ട ഒരു ലോലമായ വസ്തു. ഇസ്രായേൽക്കാർ പരസ്പരം ചോദിച്ചു, ഇത് എന്താണ്? ഇത് എന്താ സാധനം? സഹോദരങ്ങളെ, അവർക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. മന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെയുണ്ടോ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ? സാധാരണ അവർ ഭൂമിയിൽ കണ്ട ഒരു സാധാരണ വസ്തു, അതുവരെ കാണാത്തൊരു കാര്യം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്ന് തിരുവചനം പറയുന്നു. അതെന്താണെന്ന് അവർ ചോദിച്ചു. അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു. മോശ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മന്ന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. മന്നയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. മന്ന ഒരു സാധാരണ ഒരു അപ്പം അല്ല, അതിന് കുറേ പ്രത്യേകതകളുണ്ട് മന്നയ്ക്ക്. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കർത്താവിൻ്റെ പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ പദ്ധതി, മന്ന എന്ന് പറയുന്ന അത്ഭുതകരമായ അപ്പത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി ദൈവം മോശയിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രസംഗങ്ങൾ ഇത് നമുക്ക് സംഭവിക്കണം. നമുക്കറിഞ്ഞുകൂടാ വിശുദ്ധ കുർബാന എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. സാധാരണ നോക്കി കഴിഞ്ഞാൽ ഒരു അപ്പം, ഒരച്ഛൻ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്നു. എന്താ
അതിൻ്റെ പ്രത്യേകത? ചില ആളുകൾ ചോദിക്കാം, പെന്തക്കോസ്ത സഹോദരങ്ങൾ ചോദിക്കുന്ന പോലെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ മോശ കർത്താവിൻ്റെ അഭിഷേകത്തിൽ മന്ന എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒന്നാമതായി അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കർത്താവ് ഭക്ഷണമായി നൽകുന്നതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അത്ഭുതകരമായ ഭക്ഷണമാണെന്ന് മാത്രം. ഇത് ഭക്ഷണമാണ്. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ ശരീരം ഭക്ഷിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. സഹോദരങ്ങൾ, ഇത് ഭക്ഷണമാണ്. ആദ്യമായി കർത്താവിൻ്റെ മന്നയെപ്പറ്റി മോശ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭക്ഷണമാണ്. ഭക്ഷണമായി കർത്താവ് നിങ്ങൾക്ക് തരുന്നതാണ്. മന്നയേക്കാൾ വലിയ ഒരു അഭിഷേകമാണ് കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നത്. നമ്മൾ വിശ്വസിക്കണം. കാരണം തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ നാവിൽ നിന്ന് തന്നെയാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പോൾ ഒരു ഭക്ഷണമാണ് ഒന്ന്. രണ്ടാമതായി കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളൊന്നിന് 1 ഓമർ വീതം ശേഖരിക്കണം. ചില ആളുകൾ സഹോദരങ്ങളെ കർത്താവിൻ്റെ ഈ വചനമൊക്കെ കേട്ട് കഴിഞ്ഞാലും 1 ഓമർ വീതം, ആളൊന്നിന് 1 ഓമർ വീതം, ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള മന്ന അവർക്ക് ശേഖരിക്കാം. ചില ആളുകൾ എന്ത് ചെയ്തു? അവർ കുറച്ച് കൂടുതൽ ശേഖരിച്ചു. കുറേ ആളുകൾ എന്ത് ചെയ്തു? കുറച്ച് ശേഖരിച്ചു. കിട്ടിയില്ല. കുറേ ആൾക്കാർ എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടത്ര കിട്ടിയില്ല. പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ, മോശ പ്രവാചകൻ വഴിയായിട്ട് കൊടുത്ത വചനത്തിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് കേട്ടോ. കർത്താവിൻ്റെ കൽപ്പന, അതാണ് കർത്താവിൻ്റെ കൽപ്പനയുടെ പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കർത്താവിൻ്റെ കൽപ്പനയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക. കർത്താവ് പറയുന്നത് മാത്രം ചെയ്താൽ മതി. കർത്താവ് പറയുന്നത് മാത്രം ചെയ്താൽ മതി. ചില ആൾക്കാർ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതലെടുത്തു. ചില ആൾക്കാർ കർത്താവ് ഇനിയിപ്പോൾ തരുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ച് കുറച്ചെടുത്തു. എന്നാൽ വചനം പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ, കൂടുതൽ എടുത്തവർക്ക് കൂടുതലോ കുറവെടുത്തവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് തികഞ്ഞു. ഇപ്പോൾ കുറവെടുത്ത് പോയി, ഒരു ആൾക്ക് 1 ഓമർ കിട്ടാതെ 2 പേർക്ക് 1 ഓമർ എടുത്തവർക്ക് കുറവ് വന്നില്ല. ഇനി 2 പേർക്ക് 4 ഓമർ എടുത്തവർക്ക് കൂടുതലും ഉണ്ടായില്ല, മിച്ചം വന്നില്ല, കുറവും വന്നില്ല. കർത്താവിൻ്റെ അത്ഭുതം നോക്കിയ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ കൽപ്പനയുടെ ശക്തിയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. മോശ അവരോട് പറയാണ്, ഇത് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. കാരണം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവിൻ്റെ കൽപ്പനയുടെ ശക്തിയാണ്. അതിനെ തോൽപ്പിക്കാൻ മനുഷ്യൻ്റെ ഉത്കണ്ഠയ്ക്കോ മനുഷ്യൻ്റെ വിശ്വാസക്കുറവിനോ ഒന്നിനും സാധിക്കില്ല. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവിൻ്റെ കൽപ്പന എന്തോ അത് സംഭവിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോൾ മന്നയുടെ പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത എന്നാ? അത്ഭുതകരമായ ഒരു അപ്പമാണ് മന്ന. അത്ഭുതകരമായ ഒരു അപ്പമാണ്. കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് മാറ്റം വരുന്ന അപ്പമാണ് മന്ന. കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് മാറ്റം വരുന്ന അപ്പമാണ്. ഒരു സാധാരണ അപ്പമല്ല. സാധാരണ അപ്പം 2 അപ്പം ശേഖരിച്ച ഒരുവന് എങ്ങനെയാണ് ഒന്നായിട്ട് അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നായിട്ട് തീരണത്? തീരില്ല. കുറവ് ശേഖരിച്ച 1/2 അപ്പം ശേഖരിച്ച ഒരാൾക്ക് വൈകുന്നേരം അവന് കിട്ടുന്ന അപ്പം എങ്ങനെയാണ് ഒന്നായിട്ട് തന്നെ മാറുന്നത്? മാറില്ല. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ കൽപ്പനയുടെ അഭിഷേകത്തിൽ ആ അപ്പം നിലനിൽക്കുന്നത് കൊണ്ട് കുറവോ കൂടുതലോ വരാത്ത വിധത്തിൽ മനുഷ്യൻ്റെ വിശ്വാസക്കുറവും മനുഷ്യൻ്റെ ഉത്കണ്ഠയും ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഒന്നുമല്ലാതായിട്ട് തീരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഇത് അത്ഭുതകരമായ അപ്പമാണ്. പിന്നെ വീണ്ടും കർത്താവ് പറഞ്ഞു, മക്കളെ ഇത് നാളേക്ക് ശേഖരിച്ച് വെക്കരുത്, ഇന്നത്തേക്കുള്ള അപ്പമാണ്. മൂന്നാമത്തെ കാര്യം, ഇന്നത്തേക്കുള്ള അപ്പമാണ്. നമ്മൾ അന്നന്ന് വേണ്ട ആഹാരം എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഇന്നത്തേക്ക് വേണ്ടിയുള്ള അപ്പമാണ് വിശുദ്ധ കുർബാന. ഇന്നത്തേക്ക് വേണ്ടിയുള്ള അപ്പമാണ് വിശുദ്ധ കുർബാന. എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് നൽകുന്ന അപ്പമാണ്. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഈ മന്ന നിങ്ങൾ നാളത്തേക്ക് ശേഖരിച്ച് വെക്കരുത്. കുറേ ആൾക്കാർ എന്ത് ചെയ്തു? നാളത്തേക്ക് ഇനിയിപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തില്ലെങ്കിലോ, നാളെ ഇനിയിപ്പോൾ കർത്താവ് എന്നെ സഹായിച്ചില്ലെങ്കിലോ. ചില ആൾക്കാർ വലിയ ബാങ്ക് അക്കൗണ്ട്, കർത്താവ് പറഞ്ഞില്ലെങ്കിൽ ചെയ്യണ്ട, വലിയ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നു, നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കാൻ നോക്കുന്നു. ഇതൊന്നും പൊട്ടയാണെന്നല്ല, മറിച്ച് കർത്താവിൻ്റെ ഇഷ്ടമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ ചെയ്തോളൂ, കർത്താവിൻ്റെ ഇഷ്ടമല്ലെങ്കിൽ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനം പറയുക, ഈ അപ്പം നാളത്തേക്ക് വേണ്ടി നീ ശേഖരിക്കേണ്ട, അതായത് ഞാനുണ്ട്, നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകാനായിട്ട് ഞാനുണ്ട്. അപ്പോഴും കുറേ ആൾക്കാർ സംശയിച്ചു. എന്തൊക്കെ കർത്താവ് ചെയ്താലും സംശയിക്കണ ധാരാളം ആളുകളുണ്ട്. എന്തൊക്കെ അത്ഭുതങ്ങൾ കർത്താവ് തന്നാലും
സംശയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്വന്തം ഇവിടെ സംശയിക്കുകയാണ് അവർ. നാളത്തേക്ക് ശേഖരിച്ചു വെച്ചു. എന്ത് സംഭവിച്ചു? നാളത്തേക്ക് ശേഖരിച്ചത് പുഴുവരിച്ചു പോയി. അപ്പോൾ നോക്കിയാൽ കർത്താവിൻ്റെ അടുത്ത കൽപ്പന ശ്രദ്ധിച്ചില്ലേ? കർത്താവിൻ്റെ കൽപ്പനയുടെ പവറിൽ നിൽക്കുന്ന അപ്പമാണ് മന്ന. കർത്താവിൻ്റെ കൽപ്പനയുടെ ശക്തിയിൽ നിൽക്കുന്ന അപ്പമാണ് മന്ന. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിൻ്റെ കൽപ്പനയുടെ ശക്തിയിൽ നിൽക്കുന്ന അപ്പമാണ് മന്ന. അതിനനുസരിച്ച് ആ മന്നയ്ക്ക് മാറ്റങ്ങൾ വരുന്നു. വീണ്ടും കർത്താവ് പറയാണ്, സാപത്തിൻ്റെ ദിവസം നിങ്ങൾ അപ്പം ശേഖരിക്കണം. അപ്പം വരില്ല. ശനിയാഴ്ച ദിവസമാണ് അവരുടെ സാപത്ത്. ആ സാപത്തിൻ്റെ ദിവസം പൊടിമഞ്ഞ് പോലെയുള്ള അപ്പം നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇരട്ടി ശേഖരിക്കണം. സഹോദരങ്ങളെ, ചില ആളുകൾ ഇരട്ടി ശേഖരിച്ചു, ചില ആൾക്ക് സംശയമായി, പിറ്റേ ദിവസം എടുത്തു വെക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പുഴുവരിച്ചു പോയാലോ, കുറേ പേര് കൂടുതൽ ശേഖരിച്ചു. ചില ആൾക്കാർക്ക് സംശയം, ശനിയാഴ്ച സാപത്ത് ദിവസം അവർ പുറത്തു വന്ന് നോക്കി, അപ്പം ഒന്നും കണ്ടില്ല. എന്നാൽ വെള്ളിയാഴ്ച ഇരട്ടി ശേഖരിച്ച ആ അപ്പം പിറ്റേ ദിവസം പുഴുത്തു പോയില്ല. ഈ അപ്പം, ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ സഹോദരങ്ങളെ, മന്ന അത്ഭുതകരമായ ഒരു അപ്പമാണ്. ഇതാണ് അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്. കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് മാറ്റം വരുന്ന അപ്പമാണ്. കർത്താവ് പറഞ്ഞു നാളത്തേക്ക് ശേഖരിച്ചു വെക്കരുത്, ശേഖരിച്ചു വെച്ചത് പുഴുവരിച്ചു പോയി. എന്നാൽ സാബത്ത് ദിവസം കർത്താവ് പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾ ശേഖരിച്ച് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അപ്പം അവർ ശേഖരിച്ചു വെച്ചു, അത് പുഴുവരിച്ചു പോയില്ല. അതിൻ്റെ അർത്ഥം എന്നാ? കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് മാറ്റം വരുന്ന അത്ഭുതകരമായ അപ്പമാണ് മന്ന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഓർമ്മയിൽ ഈ കാര്യം ഒന്ന് വെക്കണം. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ അപ്പമാണ് മന്ന. ഇനി നിങ്ങൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരിക. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുക, ഇതിനേക്കാൾ വലിയ എന്ത് അത്ഭുതമാണ് നീ ചെയ്യാൻ പോണത്? അപ്പോൾ കർത്താവിൻ്റെ കുർബാനയാകുന്ന അപ്പം മന്നയേക്കാൾ ചെറുതാകാൻ പാടില്ല. പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ വെറും ഒരു അപ്പാകാൻ പാടില്ല. മുറിച്ച് എല്ലാവരും പങ്കുവെക്കുന്ന സാധാരണ ഒരു അപ്പം സ്നേഹമായിട്ട് ഇങ്ങനെ പങ്കുവെച്ച് ഒരു അഗാപ്പെ പോലെ പങ്കുവെച്ച് പോകുന്ന അപ്പമാകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇത് ഭക്ഷണമാകണം. എന്നാൽ അവർ പറയുന്ന പോലത്തെ അപ്പമാകാൻ പറ്റില്ല. ഇത് മന്നയേക്കാൾ അത്ഭുതകരമായ അപ്പമാകണം. കാരണം ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, മന്നയേക്കാൾ വലുതായിട്ട് എന്താ നീ ചെയ്യാൻ പോകുന്നത്? മന്നയേക്കാൾ വലുതായിട്ട് എന്ത് അത്ഭുതമാണ് നീ ചെയ്യാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 50-ാമത്തെ വാക്യം. കർത്താവ് പറയാ, 49-ാമത്തെ തിരുവചനവും 50-ാമത്തെ തിരുവചനം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന അത്ഭുതം? മന്നയേക്കാൾ വലിയൊരു അപ്പം നൽകാൻ പോവുകയാണ് ഞാൻ. നോക്കിയാൻ, മന്ന ഭക്ഷിച്ച നിന്റെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു. ഇനി മനുഷ്യപുത്രൻ സ്വർഗത്തിൽ നിന്ന് വന്ന ഈ അപ്പം, പിതാവ് നൽകുന്ന ഈ അപ്പം, ഈശോ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി, തീർച്ചയായും ഭക്ഷണമാണ്, ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഈ അപ്പം ഡയറക്റ്റ്ലി സ്വർഗത്തിൽ നിന്ന് വരുന്ന അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഇനി അടുത്തൊരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഈശോയുടെ വചനമാണ്, ഈശോ പറഞ്ഞ കാര്യമാണ്. പെന്തക്കോസ്തുകാർ എന്താണിത് മനസ്സിലാക്കാതെ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ചില കത്തോലിക്കർ എന്താണിത് തിരിച്ചറിയാതെ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മക്കളെ, കർത്താവ് പറയാ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം, വളരെ ഡയറക്റ്റായിട്ട് ഒരു മറച്ചുകെട്ടും കൂടാതെ കർത്താവ് പറയാ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ്. ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ ആർക്കാ പറ്റുക? ഒരാൾക്കും കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും പവർഫുള്ളായിട്ട് കർത്താവ് ഡയറക്റ്റായിട്ട് പറയാം. വീണ്ടും സഹോദരങ്ങളെ, 58-ാമത്തെ തിരുവചനം കർത്താവ് പറയുന്നു, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, അതിനേക്കാൾ അഭിഷേകം നിറഞ്ഞ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വരുന്ന അപ്പമാണ്. വചനം പറയുന്നു, പിതാവാണ് നിങ്ങൾക്ക് അപ്പം നൽകുന്നത്. എത്ര പവർഫുള്ളായിട്ടുള്ള അപ്പമാണ്! ഇന്ന് ഈ അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഒരു പുരോഹിതൻ്റെ കയ്യിൽ ഇത് എൻ്റെ ശരീരമാണ് എന്ന് കർത്താവ് പറയാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് പുരോഹിതൻ പറയുന്നു, ഇതെൻ്റെ ശരീരമാണ്. ഇത് പുരോഹിതൻ്റെ കൽപ്പനയല്ല,
മറിച്ച് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവിൻ്റെ ഈ കൽപ്പനയ്ക്കനുസരിച്ച് വിശുദ്ധ ആഗസ്തീനോസ് ഒക്കെ പറയുന്നത് പോലെ ആ അപ്പം മാറുന്നു. എന്തായി മാറുന്നു? സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമായി മാറുന്നു. അത് ഈശോ ആയി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്നല്ല നീ വിശ്വസിക്കേണ്ടത്. ഈ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്നല്ല നീ വിശ്വസിക്കേണ്ടത്. വചനം പറയുന്നത് നോക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം ഞാനാണ്, ഈ അപ്പത്തിൽ ഞാനുണ്ട് എന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ അപ്പം ഞാനാണ്. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് അപ്പത്തിൽ ഉണ്ട് എന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ അപ്പമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത്രയും സ്നേഹമാണ് ഈശോയ്ക്ക്, അത്രയ്ക്കും സ്നേഹമാണ്. മന്ന ഇസ്രായേൽ ജനത്തിന് അവരുടെ ജീവിതയാത്രയിൽ അത്ഭുതകരമായി അപ്പമായി സാന്നിധ്യമായി ദൈവം കൊടുത്തു എങ്കിൽ ഇന്ന് നമ്മുടെ വിഷമവും ദുർഘടങ്ങളും നിറഞ്ഞ പാതയിൽ അനശ്വരമായ അപ്പം കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇത് സ്വീകരിക്കാം നമുക്ക്. ഇതിനേക്കാൾ വലുത് നമുക്ക് എന്താ വേണ്ടത്? ദൈവം തരുന്ന ഈ അപ്പത്തിനേക്കാൾ വലുതായി എന്താ നമുക്ക് വേണ്ടത്? മക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ ബോധ്യത്തിലേക്ക്, കർത്താവ് നൽകുന്ന ഈ അപ്പത്തിൻ്റെ ബോധ്യത്തിലേക്ക് എന്നേക്കും ജീവിക്കും. നീ തകരില്ല, നീ തകർന്നു പോകില്ല. കാരണം നീ അനശ്വരമായ അപ്പമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നീ തളർന്നു പോകില്ല, നീ വീഴില്ല. കർത്താവായ ദൈവം അത്ഭുതകരമായ ഈ അപ്പം, അനശ്വരമായ ഈ അപ്പം നിനക്ക് നൽകിയിരിക്കുന്നു. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ അനശ്വരമായ അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വേറെ എവിടെ പോകും? ഈ അനശ്വരമായ അപ്പം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഞങ്ങളുടെ പെന്തക്കുസ്ത സഹോദരങ്ങൾ ഈശോയെ അങ്ങയെ ഉപേക്ഷിച്ചു പോയി. അങ്ങയുടെ മനസ്സവർ കാണാതെ പോയി. കർത്താവേ, ഞങ്ങളും ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെ പോകാറുണ്ട്. കർത്താവേ, വിശുദ്ധ കുർബാനയിലേക്ക് ഓടി വരാൻ, ജീവിക്കുന്ന അപ്പത്തിലേക്ക് ഓടി വരാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ എല്ലാറ്റിനും ഉത്തരവുണ്ടെന്ന് വിശ്വസിക്കാൻ ജോൺ പോൾ പിതാവ് പറഞ്ഞതുപോലെ ഈ ലോകത്തെ എല്ലാ വലിയ പ്രശ്നങ്ങൾക്കും ആ ചെറിയ അപ്പത്തിൽ പരിഹാരമുണ്ട്. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.